കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സിനി ജോസഫ് ഇപ്പോഴൊരു ഗാനം ആലപിക്കും. പാട്ടിനായ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരുന്ന പാട്ട് ശ്രമിക്കാം. Praise the Lord. Hallelujah. സ്തോത്രം. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ഉള്ളം കാലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയ സ്ഥാനമൊന്ന്. ഉള്ളം കാലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയ സ്ഥാനമൊന്ന്. കൊറ്റവർ സ്നേഹിതർ വിട്ടുപോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. കൊറ്റവർ സ്നേഹിതർ വിട്ടുപോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ അക്ഷണത്തിൽ. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ അക്ഷണത്തിൽ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധൗ ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധൗ ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ മക്കളെ തൃക്കയ്യാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ
നൽതുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ കഷ്ടതയിൽ നൽതുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. Amen. Thank you so much. Praise God. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിക്കുമല്ലോ. നല്ല ശബ്ദവും നല്ല സ്വരവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്നതോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുടുംബമായി കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ സ്തോത്ര ശുശ്രൂഷകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നല്ലോ പാടിയത്. ഹല്ലേലൂയ. നമ്മുടെ ദുഃഖത്തിൽ നമുക്ക് ആശ്വാസദായകനായി ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യരൊക്കെ ആശ്വസിപ്പിച്ചാലും അതാശ്വാസമാണ്. പൂർണ്ണ ആശ്വാസം നമ്മുടെ കർത്താവ് മാത്രമാണ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനമായിരുന്നല്ലോ പാടിയത്. കർത്താവ് മഹത്വം എടുത്തു. അനുഗ്രഹ സമൃദ്ധി എല്ലാ മക്കളുടെ മേലും ദൈവം പകർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. മക്കളെ കുടുംബമായി കർത്താവ് ദീർഘായുസ്യം തൃപ്തിപ്പെടുത്തുവാൻ തലമുറകളായി ദൈവത്തിന്റെ വലിയ ശുശ്രൂഷകൾ പിന്നെയും ചെയ്യുവാൻ വെളിപ്പാടും ദർശനമൊക്കെ കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനും ദൈവനെ സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാകുന്നു അഭിഷക്ത ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ. ഈ രാത്രികാലം ഹല്ലേലൂയ വചനം ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ മഹാദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, വിടുതൽ അനുഭവിപ്പാൻ, രോഗശക്തി അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ജ്ഞാനം, ജ്ഞാനാത്മാ, ദിവ്യാത്മാ, ഓർമ്മശക്തി എല്ലാം നിങ്ങളുടെ ഭക്തരെ നിവർത്തിച്ചു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നു, ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവിന്റെ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. പിന്നെയും കർത്താവേ, അവിടുത്തെ പാദപീഠ അടുത്ത് വരുവാൻ, അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം നാഥാ നീ ഒരുക്കി തന്ന വിലയേറെ സമയത്തിനായി ഭാഗ്യത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, മുഖത്തപ്പെടുത്തുന്നു നാഥാ. പിന്നെ കർത്താവേ, നിങ്ങളുടെ ആത്മീയ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീടി എന്ന ദേവദാസനായി സ്തോത്രം കർത്താവേ, പാട്ടുപാടിയ ദേവദാസിക്കായി സ്തോത്രം, വചനം സംസാരിക്കാൻ പോകുന്ന ദേവദാസനായി കുടുംബത്തിനായി സ്തോത്രം കർത്താവേ. അപ്പച്ച ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുവാൻ തക്കോണം കാഴ്ചപ്പാട് കർത്താവെ കൊടുത്ത പ്രിയ വിജയ ആന്റിക്ക് കുടുംബത്തിനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമേ. ദൈവകൃപയിൽ എല്ലാവരോടും നിറയ്ക്കുന്നുണ്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് കർത്താവെ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് പകർന്നു കൊടുക്കുമാറാകണമേ. രോഗത്താലും ക്ഷീണത്താലും മറ്റു പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അപ്പച്ച അവിടുത്തെ വചനം വായിച്ചത് ഇവരെ പിടിപ്പിക്കുകയും സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ. യാത്രകളിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അപ്പ വചനം സംസാരിപ്പാൻ രാത്രി കാലദാസനെ ബലപ്പെടുത്തണമേ, ശക്തി അയക്കണമേ. അവിടുത്തെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. സകലതും ദൈവം നാമഹുത്തമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവനായിട്ട് ഞങ്ങൾ ഒരുക്കിക്കാട്ടെ, പാകൃതി നിലനിർത്തിക്കാട്ടെ, മഹത്വമാനം എല്ലാം പിതാവ് തന്നെ എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായി അയച്ചത് പിതാവേ, തോന്നി കേട്ട് ഉത്തരമല്ലണം നല്ല കർത്താവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ സ്തോത്രം. ഭയങ്കരമായ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വിതയും കൊയ്ത്തുമില്ലാത്ത ഭയങ്കരമായ മരുഭൂമിയിൽ അവർക്ക് എന്തു വേണമെങ്കിലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണമായിരുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ഈ രാത്രിയിലും ദൈവസന്നിധിയിലേക്ക് ആർത്തിയോടെ കടന്നു വന്നിരിക്കുന്ന നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, വിശപ്പുള്ളവരെ ആർത്തിയുള്ളതിനെ തൃപ്തിപ്പെടുത്തി വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണ ധനവാന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒഴിഞ്ഞ പാത്രങ്ങളായി നമ്മളെ ദൈവമേ
ഒഴിഞ്ഞ പാത്രങ്ങളായി നിരത്തി വെക്കുന്നു. എന്നിൽ കൂടെ നീർച്ചാലുകൾ പോലെ നദി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തുന്ന ഭയഭക്തിയോടും വിറയലോടും വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് കേൾപ്പാൻ ദൈവത്തിന്റെ വചനം, നമുക്കനുസരിപ്പാൻ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി രാത്രി വചനകൾ നമ്മുടെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെ പകരുന്നു. ഹല്ലേലൂയ. അവർക്ക് വളരെ പ്രാർത്ഥന, ഹോവേ അരുളി ചെയ്യണമേ. അടിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. വചന സൂക്ഷിക്കായ കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഒഹായോ സ്റ്റേറ്റിൽ നിന്നും ഒക്കലോമ പ്രയറിലെ ആദരവോടും സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രളയനിൽ കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാൻ എളിവിനെ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈലായിരിക്കുന്ന എല്ലാ ബഹുമാനിയ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് ലൈലടിയുന്ന കർത്താവിന്റെ വിലപ്രദാസം പ്രിയ നികുജാന കുടുംബം, അതുപോലെ തന്നെ ലൈന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാക് ബ്രദർ, അമേന കുടുംബം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗംവരുത്തവനായ യേശു കർത്താവിന്റെ ധന്യമുടെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രളയനായി ഈ കാലയളവിൽ അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, സഭകൾക്ക്, ദേശങ്ങൾക്ക്, സ്റ്റേറ്റുകൾക്ക്, രാജ്യങ്ങൾക്ക്, ലോകത്തിലുള്ള 7 ഭൂഖണ്ഡത്തിനും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് യോജിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ശക്തമായ പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ വളരെ ഉപയോഗിക്കട്ടെ. അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്ന കർത്താവിലൂടെ ദാസനെ കർത്താവ് കുടുംബം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട എല്ലാവർക്കും അവർക്ക് കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ പഠന ഭാഗത്തേക്ക് നമ്മൾ അതിൽ ശ്രദ്ധ തിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കായില്ല എന്ന് എന്റെ കോപത്തിൽ സത്യം ചെയ്ത് എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധതയുമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ ഇവിടുത്തെ കൃപ തരുന്നല്ലോ. നല്ല പാട്ട്, ശക്തമായ പ്രാർത്ഥനയെല്ലാം കർത്താവിൽ നടക്കുവാൻ കർത്താവിടെയാക്കിയനായി സ്തോത്രം. ഹല്ലേലൂയ. വചനം വായിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ ദാസിക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ലൈനിൽ ചെയ്യുന്ന പ്രിയാനെയും കുച്ചാനായ മാവയ്ക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാക്ഷരനായി, വിശ്വസനായി, മാതാവിനായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കണം. ഈ വചനത്തിലൂടെ ഇടപെടണമേ. വചനം ഞങ്ങൾക്ക് പഠിക്കുവാനും അത് കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ അത് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, പറയുവാൻ, കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ സഹായിച്ചാട്ട് അവിടുന്ന് മഹത്വം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. എബ്രായ ലേഖനത്തിലെ 2 അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ലോർഡ്, അത് 3-4 അധ്യായങ്ങൾ ഏതാണ്ട് ഒരേ വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകാൽ പറയുന്നെങ്കിലും പ്രൈസ് ലോർഡ് 3-ാം അധ്യായത്തിലെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് 4-ാം അധ്യായം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിലെ പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് പ്രൈസ് ലോർഡ് സ്വസ്ഥത എന്നുള്ളൊരു വിഷയമാണ്. സ്വസ്ഥത. ആമേൻ. സ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ പല സ്വസ്ഥതകൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തന്റെ സൃഷ്ടിപ്പ് നടത്തുന്ന സമയത്ത് 6 ദിവസം സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ അതൊരു സ്വസ്ഥതയാണ്. പിന്നെ പല സ്വസ്ഥതകൾ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ച് യേശു കർത്താവിനെ യഥാർത്ഥമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. കാരണം വരുവാനുള്ള സ്വസ്ഥതയുടെ
ഒരു പാർട്ടായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഡി പാർട്ടായിട്ട് പ്രൈസ് ദി ലോർഡ് ആ സ്വസ്ഥത ഭൂമിയിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ മദ്യപാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം മിലിറ്ററിയുടെ വലിയൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം മദ്യപാനിയായി ആ കുടുംബത്തിൽ എന്നും വഴക്കുണ്ടാക്കുകയും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും അങ്ങനെ വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിൽ കൂടെ ആ കുടുംബം കടന്നുപോയ ചില വർഷങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു സമയത്ത് ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് തന്നെ ആ ഭവനത്തിലെ കുടുംബനാഥൻ കർത്താവായ യേശുവിനെ സ്വീകരിക്കുകയും കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവിനെ സ്വീകരിച്ച് അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പുതിയ ജീവിതത്തിൽ പ്രവേശിച്ച് അവർ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും യോഗങ്ങൾക്കുമായി കുടുംബമായി ഒന്നിച്ച് തിരുവചനം അല്ലെങ്കിൽ ബൈബിള് കയ്യിലെടുത്തുകൊണ്ട് പരസ്യമായി യാത്ര ചെയ്യുകയും സമാധാനപരമായ ആ കുടുംബം മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു കുടുംബം അവർക്ക് ഈ ഭൂമിയിലായിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ആ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഒരു അനുഭവം അവർക്ക് ദൈവം നൽകുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർപ്പിച്ച ആ കുടുംബത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യേകമായ ഒരു സന്തോഷം, പ്രത്യേകമായ ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരാശ്വാസം, ഒരു പ്രത്യേകത നമ്മൾ ജീവിച്ച ആ കാലയളവോളം ലഭിക്കാത്ത ഒരു പ്രത്യേകതയാണ് യഥാർത്ഥമായി വീണ്ടും ജനിക്കുന്ന പുതിയ സൃഷ്ടിയാകുന്ന ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമാധാനമില്ലാത്ത ഒരു ജീവിതം ആയിരുന്ന നിമിഷത്തിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഇരുട്ടിലും അസമാധാനത്തിലും നിരാശകളിലും ഇരുന്ന എന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ സമാധാനവും വെളിച്ചവും ധൈര്യവും പ്രത്യാശയും സന്തോഷവും കർത്താവ് നൽകി. അവിടെ വെച്ച് ആ സ്വസ്ഥതയുടെ ആരംഭം ജീവിതത്തിൽ കുറിക്കുകയും അത് വ്യക്തമായി ആ നിമിഷം തന്നെ യേശുവിനെ സ്വീകരിച്ച നിമിഷം തന്നെ അത് ജീവിതത്തിൽ അനുഭവമാക്കുവാനിടയായി തീർന്നു. അതൊരു സ്വസ്ഥതയാണ്. സ്വസ്ഥത എന്ന് പറയുമ്പോൾ ഒരു സമാധാനപരമായ ഒരു ജീവിതമാണ്. ആശ്വാസകരമായ ഒരു ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും സമാധാനമാണോ, എപ്പോഴും സന്തോഷമാണോ, എപ്പോഴും അങ്ങ് എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു ജീവിതമാണോ എന്ന് ചോദിച്ചേക്കാം. ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്ത ശരീരമായിരിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിൽ കഷ്ടതകളും രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്ദകളും നമുക്ക് വെല്ലുവിളികളും പോരുകളും എതിർപ്പുകളും പോരാട്ടങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ യഥാർത്ഥ ഒരു ദൈവത്തില് ഈ പ്രശ്നങ്ങളെല്ലാം നടുവിൽ അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സ്വസ്ഥതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്ന കാര്യം അനുഭവിക്കുന്നവരാണ് ഇതിനകത്തിരിക്കുന്നത്. പ്രശ്നങ്ങൾ കാണും, പ്രയാസങ്ങൾ കാണും, ദുഃഖങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, എതിർപ്പുകൾ കാണും, വെല്ലുവിളികൾ കാണും. അത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലായിരിക്കാം. ജോലിയിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, പ്രവർത്തികൾ ചെയ്യുമ്പോഴായിരിക്കാം, ദൈവത്തിന് സ്തോത്രം, മറ്റുള്ള ആളുകളുമായി സഹകരിക്കുമ്പോഴായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴായിരിക്കാം. അവിടെയൊക്കെ നമുക്ക് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ധരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷെങ്കിലെങ്കിലും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉള്ളിൽ ഈ വിഷയങ്ങളെല്ലാം നടുവിൽ എനിക്കൊരു ദൈവമുണ്ട്, എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്നുള്ള ആ ഒരു മനോബോധം, അകത്ത് എന്നോടുകൂടെ എന്റെ ദൈവമുണ്ട് എന്നുള്ള മനോബോധം, എന്നോടുകൂടി ഉള്ളവൻ അവരോടുകൂടി ഉള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള മനോബോധം, അല്ലെങ്കിൽ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല എന്നുള്ള ഒരു ധൈര്യം, ഒരു സ്വസ്ഥത നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാനിടയായിത്തീരും. സ്വസ്ഥതയെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇവിടേക്ക് വരുമ്പോൾ തന്റെ ജനത്തെ കർത്താവ് ചേർക്കുന്ന ഒരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടെ ശരീരം രൂപാന്തരപ്പെട്ട കർത്താവിനോടുകൂടെ മധ്യാകാശത്ത് ആകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അവര് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരും ആ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരോട് ചേർന്ന് ആദ്യമേ ഉയർപ്പാണ് നടക്കുന്നത്, അവരും സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു സ്വസ്ഥതയാണ്. പിന്നെ അവർക്ക് ദുഃഖമില്ല, കണ്ണീരില്ല, മുറവിളിയില്ല, ഒന്നുമില്ല, സങ്കടമില്ല, വേദനയില്ല, രോഗമില്ല, ശാപമില്ല, പാപമില്ല, ഇരുട്ടില്ല, സാത്താന്യ ശക്തികളില്ല, ഹല്ലേലൂയ, എതിരാളികളില്ല. പ്രൈസ് ദി ലോർഡ്.
ജീവിതത്തിൽ ഒന്നും ആമേൻ നമുക്ക് വേദനിപ്പിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത, അത് ഒരു പ്രത്യേക നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന അനുഭവം, അതൊരു സ്വസ്ഥതയുടെ സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഈ വചനം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വന്നത്, ക്രിസ്ത്യ ജീവിതത്തിൽ നാം എവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് വരെ കർത്താവ് വന്നിട്ടില്ല. ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. പക്ഷെങ്കിൽ എത്രയോ ആളുകളാണ് ഈ വരവിന് മുമ്പേ ഇങ്ങനെ മരിച്ചു കടന്നു പോകുന്നത്. എത്രയോ വിശുദ്ധന്മാർ, വിശുദ്ധ മതികൾ ഇങ്ങനെ മരിച്ചു പോവുകയാണ്. ഒരു യഥാർത്ഥ ദൈവത്തിൽ മരിക്കുമ്പോൾ തന്നെ അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പന്റെ മടിയിലേക്ക് പോയി, ബെയൂല ദേശത്തേക്ക് പോയി, അവര് പരദേശ പ്രയാണം കഴിഞ്ഞ് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രയാണം, ഹല്ലേലൂയ, അതേ, അവര് ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ലോകമനുഷ്യൻ പല രീതിയിൽ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയുടെ വാക്കുകളാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു ദൈവത്തിന്റെ പൈതൽ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ മരിക്കുമ്പോൾ, അവർ അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ എത്തുകയാണ്. അവരുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ആകുകയാണ്, ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരുപ്പാൻ പൗലോസ് പറയുന്നത് എനിക്ക് അധികം കാംക്ഷയുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണത്തോടുകൂടെ ഒരു യഥാർത്ഥ ദൈവത്തിന് സ്വസ്ഥതയുടെ ആ പൂർണ്ണമായ ആ രംഗത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സമയം ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മരിക്കുന്നവരെ ഓർത്ത്, മരിച്ചവരെ ഓർത്തൊന്നും ആരും ഭാരപ്പെടണ്ട. അവരവരുടെ കഷ്ടത കഴിഞ്ഞ്, അവരവരുടെ പ്രയാസം കഴിഞ്ഞ്, അല്പകാലത്തെ ജീവിതം, ഏറിയാൽ 70 80 സംവത്സരം, അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖം അത്രേ, അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. അതൊരു സ്വസ്ഥതയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ടവരൊക്കെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അവരുടെ ഭൗമ ശരീരത്തിന് ഒരു യാത്രയപ്പ് കൊടുത്തുവെങ്കിലും അവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് ചെന്നു. പിന്നെ അവർക്കിനി ദുഃഖിക്കാനൊന്നുമില്ല, സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മരണ സ്ഥലത്ത് ഒരു മരിച്ച ഒരു പ്രിയപ്പെട്ട ദൈവദാസന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ശവസംസ്കാര ശുശ്രൂഷയിലും വ്യൂവിംഗ് സർവീസിലും ഒക്കെ പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു കാര്യം പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ദുഃഖിക്കുകയാണ്. ദുഃഖത്തോടുകൂടെ എല്ലാവർക്കും പ്രത്യാശ ഉണ്ടെങ്കിലും വേർപാടിനൊരു ദുഃഖമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഇത് സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. A joyful occasion in heaven. Praise the Lord. Even though we are mourning, praise the Lord, we are crying. We are crying because of the departure of our beloved. Praise the Lord. Hallelujah. എന്നാൽ ഇതൊരു എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഒരു സ്വർഗീയ സന്തോഷം, സ്വർഗത്തിൽ ഒരു സന്തോഷമുള്ള ഒരു ആനന്ദവും നൃത്തവും വാദ്യഘോഷങ്ങളും മുഴക്കുന്ന രീതിയിൽ സന്തോഷമുള്ള ഒരു അനുഭവമാണ് ഒരു ദൈവ പൈതൽ, ഒരു ദൈവത്തിന്റെ ദാസൻ ദാസിയുടെ ഈ ഭൂമിയിൽ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ സ്വസ്ഥത, അതൊരു സ്വസ്ഥതയാണ്. ഇനി അടുത്തത് ഞാൻ ഇടയ്ക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലെ അനുഭവമാണ് 3-4 അധ്യായങ്ങളിൽ പ്രധാനമായി ചിത്രീകരിക്കുന്നത്. ഇസ്രായേൽ ജനം അവര് മിസ്രൈമിലായിരുന്ന ചരിത്രം നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ദൈവം ഒരു സ്വസ്ഥത കണ്ടുകൊണ്ടാണ് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവർ മരുഭൂമിയിലേക്ക് കടന്നു വന്നു, ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കടന്നു വന്നു. അവിടം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ഹല്ലേലൂയ, ഒരു വിടുതലല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി അല്ലായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത് അവർക്കൊരു സ്വസ്ഥത കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. സുഖകരമായ ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ ഒരു കനാലിൽ കൊണ്ടുചെല്ലുന്ന ഒരു സ്വസ്ഥത, അത് ദൈവത്തിന്റെ നിത്യ സ്വസ്ഥതയുടെ ഒരു നിഴലായി മാത്രമാണ് നിൽക്കുന്നത്. പിന്നീടും കനാലിൽ ചെന്നാലും അവിടെ മരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചതൊക്കെ ആ മരണത്തിന് പാപമരണമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ മരണമായും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് എതിരായി നിന്നതിന്റെയും ദൈവാലോചനക്കെതിരായി നിന്നതിന്റെയും പരിശുദ്ധാത്മാവിനോട് എതിർത്തതിന്റെയും മറുത്തു നിൽക്കുന്നതിന്റെയും ഒക്കെ പരിണിത ഫലമായ അനുസരണക്കേടും അവിശ്വാസവും നമുക്ക് ഒരു ലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. പല കാരണങ്ങൾ, പെറുവെറുപ്പ്, പരസംഗം, ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധന, പരീക്ഷ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണഹേതുവായി തീർന്നു. മത്സരം മരണഹേതുവായി തീർന്നു.
അവർ മരുഭൂമിയിൽ മരിച്ചു. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് അവരെ ആ കനാനിലെ ഭൂപ്രകൃതി കണ്ട് ആസ്വദിച്ച് അവിടുത്തെ ഫലഭോജ്യങ്ങൾ ഭക്ഷിക്ക് തൃപ്തി പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. അവിടെയും പിന്നെ മരണമുണ്ടെങ്കിലും കനാനിൽ എത്തുക എന്നുള്ളത് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുടെ തുറമുഖത്ത് അവരെ എത്തിക്കുക എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അവർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചിത്രീകരണമാണ് ഈ 3-4 അധ്യായങ്ങളിൽ പ്രധാനമായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വസ്ഥത എന്ന് പറയുമ്പോൾ ദൈവം തന്റെ സൃഷ്ടിപ്പിൽ നിന്നൊരു സ്വസ്ഥത, ഇസ്രായേലിനെ വിടിവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് കനാനിൽ എത്തിക്കുന്നത് മറ്റൊരു സ്വസ്ഥതയായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതം കഴിഞ്ഞ് അവർ നിത്യതയിൽ എത്തുന്ന ഒരു സ്വസ്ഥതയായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതം, ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞതുപോലെ, ഞാൻ മറ്റൊരു വ്യക്തി കുടുംബത്തിന്റെ സാക്ഷ്യം പറഞ്ഞതുപോലെ, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ആ സ്വസ്ഥത നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പല ഭാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം, പല അവസ്ഥകൾ കൂടെ നമ്മൾ കടന്നുപോവുകയായിരിക്കാം, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെങ്കിൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ ഓർക്കണം, നമുക്ക് ദൈവം സ്വസ്ഥത തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നത്? എനിക്ക് എന്ത് വിഷയങ്ങൾ, എത്ര വലിയ പ്രശ്നം വന്നാലും എൻ്റെ ഒരു ഉടയവൻ സ്വർഗത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആ ദൈവം എന്നോട് കൂടി ഉണ്ട്. എന്നോട് കൂടിയുള്ള എൻ്റെ ഉടയവൻ സർവശക്തനാണ്, എല്ലാത്തിലും മതിയായ ദൈവമാണ്. എന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടുകയിൽ എന്ന് പറഞ്ഞ ആ കർത്താവ് എനിക്കുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മതിയായ ഒരു ദൈവം എന്നോട് കൂടി ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകുമ്പോൾ എന്ത് വിഷയങ്ങളാണെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു പഠന വിഷയമാണെങ്കിലും ഒരു ദൂത് ഞാൻ പറയാം, നമ്മൾ സ്വസ്ഥതയോടുകൂടി ഇരിക്കണം. കാരണം ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ പോകത്തില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമ്മളെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു രോഗത്തിനും നമ്മളെ ആക്രമിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു സാത്താനും നമ്മളോട് അടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമായിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ 91 സങ്കീർത്തനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആ സങ്കീർത്തനം നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇത് പഠിക്കുകയാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാം. 91 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അതെ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു വിടാറുണ്ട്. ഈ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ അതൊരു സംരക്ഷണ സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ ആശ്വാസം നൽകുന്നതും നമ്മൾക്ക് ദൈവത്തിന്റെ സൂക്ഷിപ്പ് എങ്ങനെ ലഭിക്കുന്നു, ഏത് നിലയിൽ നമുക്ക് ആ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവമതിന്റെ ജീവിതത്തിൽ ദീർഘായുസോടെ ജീവിതം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ദൈവമതിനെ എങ്ങനെയാണ് ഉയർത്തുന്നതെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ തനിക്ക് നേരെ വരുന്ന വെല്ലുവിളികളും എതിർപ്പുകളും പോരുകളും സാത്താന്യ ശക്തികളും എല്ലാ ഉപദ്രവകാരികളും ശത്രുക്കളും ഒക്കെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കൂകി വിളിച്ച് ഓടി അടുക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവം എന്നെ ഓർപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നതിന് യഹോവയെ കുറിച്ച് അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. ഞാനത് വായിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഇടപെട്ടു. എന്താണ്? അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയുമാണ്. ദൈവം നമുക്ക് കോട്ടയാണ്. കോട്ടയെന്ന് പറഞ്ഞ എന്താണ്? നമ്മള് പ്രൈസുള്ള രാജകൊട്ടാരങ്ങളൊക്കെ കണ്ടിരിക്കുന്നവർക്കറിയാം. മെയിനായിട്ട് പഴയ കാലത്ത് രാജകൊട്ടാരങ്ങളൊക്കെ കണ്ടിരിക്കുന്നവർ, ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കൊട്ടാരങ്ങൾക്ക് ചുറ്റും കോട്ടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബൈബിളിൽ നമ്മൾ അതിന് ഒത്തിരി തെളിവുകളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ത്യയുടെ ചരിത്രം വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, രാജകൊട്ടാരങ്ങൾക്ക് കോട്ടയുണ്ട്. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ ഭരണ നേതാക്കന്മാർക്കും ആ രാജ്യത്തിന്റെ തലവന്മാർക്ക് അവർ വസിക്കുന്ന സ്ഥലത്ത് അതിന് ചുറ്റും കോട്ട കാണും.
പ്രൈസ് ദി ലോർഡ്. അതിന് ചുറ്റും ഫെൻസ് കാണും. പ്രൈസ് ദി ലോർഡ്. ഇത് നോക്കൂ, ഈ കോട്ട എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു പെട്ടെന്ന് കടന്നു വന്ന് ആക്രമിക്കാതിരിക്കാൻ മതിലായി, അതിന് തടങ്കലായി, അല്ലെങ്കിൽ അതൊരു കോട്ടയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കോട്ട ഉള്ളിടത്തോളം കാലം ശത്രുവിന് അങ്ങോട്ട് അകത്തേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. അകത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയെ ആക്രമിക്കണമെങ്കിൽ ഈ കോട്ടയ്ക്കകത്ത് വരണം. പക്ഷെങ്കിൽ ഈ കോട്ട വളരെ ശക്തമായും വളരെ 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 ആസൂത്രിതമായ രീതിയിൽ സൃഷ്ടിച്ച് ശത്രുവിനകത്തേക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത നിലയിലുള്ള സംരക്ഷണം നൽകുന്ന ഒരു കോട്ടയാണ് ഈ കൊട്ടാരത്തിന് പുറത്ത് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്, ചുറ്റി കിടക്കുന്നത്. നമ്മുടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഇവിടെ 270 എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്, ഹൈവേ. അതിങ്ങനെ ഞങ്ങളുടെ കൊളംബസിനെ ചുറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ അത് കറങ്ങി അടിച്ച് വീണ്ടും അവിടെ തന്നെ വരും എന്ന് പറഞ്ഞതുപോലെ ഈ കൊട്ടാരത്തിന് ചുറ്റും കോട്ടയാണ്. ഈ കോട്ടയുള്ളിടത്തോളം കാലം ഈ കൊട്ടാരത്തിനകത്തിരിക്കുന്ന ഈ രാജാവിനോ, ഈ കൊട്ടാരത്തിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ വലിയ കെട്ടിടത്തിൽ ഇരിക്കുന്ന ഭരണത്തലവനോ യാതൊരു നിലകളിലും ആക്രമണമോ ശത്രുവിന്റെ കടന്നാക്രമണമോ ഒന്നും ഉണ്ടാകാതെ സംരക്ഷിക്കപ്പെടത്തക്ക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കോട്ട. പ്രൈസ് ദി ലോർഡ്. ഇതൊരു നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതുപോലുള്ള കോട്ടകൾ, എത്രയോ കോട്ടകൾ പൊളിച്ച് അകത്തിരിക്കുന്ന ആ ഭരണാധികാരിയെ അല്ലെ രാജാവിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് തെളിയിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിർമ്മിതമായ കോട്ടകൾ, അതിനെയൊക്കെ പൊളിച്ച് അകത്ത് കയറി അവിടെ സംരക്ഷണ വലയത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന സുരക്ഷിതനാണെന്ന് വിചാരിക്കുന്ന ആ ഒരു നേതാവിനെ പിടിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അനുഭവങ്ങളൊക്കെ ചരിത്രത്തിൽ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ 91-ാം സങ്കീർത്തനം വായിക്കുന്നത് ദൈവം നമ്മുടെ കോട്ടയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്. അപ്പൊ ദൈവം കോട്ടയായിരിക്കുമ്പോൾ ഈ കോട്ടയ്ക്കകത്ത് കടന്നു വന്ന് നമ്മളെ ആക്രമിക്കുവാൻ ദൈവം കോട്ടയായിരിക്കുമ്പോൾ ഒരു സാത്താന്യ ശക്തിക്ക്, ഒരു ശത്രുവിനും കഴിയത്തില്ല, ദൈവം അനുവദിക്കാതെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത്യുന്നതന്റെ മറവിലും വസിക്കണം, സർവശക്തനും കീഴിൽ പാർക്കണം. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തോടു കൂടെ വസിക്കുകയും ദൈവത്തിനെ സ്നേഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവമക്കളെ, ദൈവം നമുക്ക് കോട്ടയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദൈവം കോട്ടയാണെന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, നമുക്ക് ധൈര്യമുണ്ട്, ബലമുണ്ട്. എന്റെ ദൈവം ഞങ്ങളോട് കൂടി ഉണ്ട്, ഞങ്ങൾക്ക് കോട്ടയായിട്ടുണ്ട്. ദൈവം കോട്ടയായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനും അനുവാദത്തിനും അറിഞ്ഞുകൊണ്ടും അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിനും വരാൻ കഴിയത്തില്ല. ആർക്കും ഞങ്ങളെ തൊടാനും ഒരു ശക്തിക്ക് ഞങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം, ആ ഒരു ബലം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതൊരു സ്വസ്ഥതയാണ്. പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമെന്ന് നാം അറിയണം. നമുക്ക് ചുറ്റും പരിചയമായി ദൈവമുണ്ടെന്ന് അറിയണം. ദൈവം നമുക്ക് തീമതിലായിരിക്കുന്നെന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭദ്രമായ ചിറങ്കീഴ് നമുക്ക് പൂർണ്ണമായി സംരക്ഷണമാണെന്നുള്ളത് നമ്മൾ അറിയണം. അനുദിന ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് ദൈവമക്കളെ. എപ്പോഴും നമ്മൾ സന്തോഷിച്ചിരിക്കുകയല്ല. നമുക്ക് പ്രയാസങ്ങളുണ്ട്, ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, നിരാശകൾ കൊണ്ടുവരും, ദുഃഖങ്ങൾ കൊണ്ടുവരും, പ്രതികൂലങ്ങൾ കൊണ്ടുവരും, പ്രശ്നങ്ങൾ കൊണ്ടുവരും, രോഗങ്ങൾ കൊണ്ടുവരും, കടഭാരം കൊണ്ടുവരും, കഷ്ടം കൊണ്ടുവരും. കൂടെ നിൽക്കുന്നവർ നമ്മുടെ കാലുവാരി എന്ന് വരും, ചവിട്ടി എന്ന് വരും, നമുക്ക് നേരെ ദോഷങ്ങൾ പറഞ്ഞെന്ന് വരും, നമ്മളെ നിന്ദിച്ചെന്നും പഴിച്ചെന്നും എതിർത്തെന്നും വഞ്ചിച്ചെന്നും ചതിച്ചെന്നും ദ്രോഹിച്ചെന്നും ഒക്കെ വരും. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാത്ത യുദ്ധങ്ങൾ കടന്നു വരാം, ആക്രമണങ്ങൾ കടന്നു വരാം, സാത്താന്റെ വിവിധ തന്ത്രങ്ങൾ കൊണ്ടുവരാം, മനസ്സിനെ ഭയപ്പെടുത്തുന്ന ആശങ്കകൾ കൊണ്ടുവരാം. ഇതൊക്കെ വരുമ്പോൾ മുറുകെ പിടിക്കേണ്ടത് ആരിലാണെന്ന് അറിയാമോ? ദൈവത്തിൽ മുറുകെ പിടിക്കണം, ദൈവത്തിൽ ചാരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട സ്വസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുക്കാനിരിക്കുന്ന സമാധാന ദേശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഈ ഭൂമിയിലെ കനാനിലൊന്നും കിട്ടത്തില്ല. ദൈവം ആഗ്രഹിച്ചത് കനാനിൽ അവരെ എത്തിക്കുമ്പോൾ ആ കനാനിൽ
അവർ എത്തിച്ച ദൈവത്തെ ഓർത്തുകൊണ്ട് യാഗപീഠങ്ങൾ പണിത് ആരാധിക്കുകയും ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അബ്രഹാം നോക്കിയതുപോലെ ആ ദൈവത്തിന്റെ നിത്യസ്വർഗീയ സമാധാനപരമായ ആ സ്വസ്ഥതയിലേക്ക് പോകുവാനുള്ള ദൈവാശ്രയത്തോടു കൂടിയുള്ള ദൈവസ്നേഹത്തോടു കൂടിയുള്ള ഭയഭക്തിയോടു കൂടിയുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവിക പ്രോഗ്രാം മനസ്സിലാക്കാതെ ഇസ്രായേലിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതൊന്നും ദൈവത്തിന്റെ ഭാവികാല പദ്ധതി ഒന്നുമല്ല അവർ കരുതിയത്. അവർ മനസ്സിലാക്കിയത് അവർക്ക് താൽക്കാലിക ജീവിതത്തിലെ സുഖങ്ങളാണ് അവർ അന്വേഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് നടക്കാതെ വന്നപ്പോൾ അവർ പിറുപിറുക്കുവാൻ ആരംഭിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അവരനുസരിക്കാതെ അവർ മത്സരമുള്ളവരായി. അതുകൂടാതെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരായി മാറി. ദൈവത്തിന് സ്തോത്രം. അതവർ വിശ്വസിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ, അത് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവം പറയുന്നു, ഞങ്ങൾ നിന്നെ ഞാൻ നിന്നെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ദൈവം പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ല. ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല, അതൊന്നും നമുക്ക് വിഷയമല്ല, ഞങ്ങൾക്കിപ്പോൾ എല്ലാം വേണം, ഞങ്ങൾക്കൊന്നിന് കുറവ് വരരുത്, ഞങ്ങൾക്കെല്ലാം തികഞ്ഞ ഒരു സംതൃപ്തമായ ഒരു ജീവിതം നയിക്കണം. അതായിരുന്നു ഈ മരുഭൂമി ഞങ്ങളെ എന്തിനു കൊണ്ടുപോയിട്ടിരിക്കുന്നു, ഇവിടെ ഞങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ള ചിന്ത. ആ മിസ്രൈമിന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ചിന്തകളും താല്പര്യങ്ങളും അവിടുത്തെ ഭക്ഷണങ്ങളും അവിടുത്തെ ജീവിതവുമായിരുന്നു. അടിമകളായിരുന്നെങ്കിൽ പോലും അതാണ് അവർ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അതിനോടുള്ള ബന്ധത്തിൽ നിഴലായി കിടക്കുന്ന ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ ദൈവം ഒരു സ്വസ്ഥത വരച്ചു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളതാണ്. നമുക്കൊരു സ്വസ്ഥത ദൈവം കാണിച്ചിട്ടുണ്ട്, അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഇവിടെ വന്നിരിക്കുന്ന ആർക്കും പട്ടിണിയില്ല, ഇവിടെ ആർക്കും ദാരിദ്ര്യമില്ല, ഇവിടെ ആർക്കും വസ്ത്രമില്ലാതെ വരുന്നില്ല, പാർക്കുവാൻ സ്ഥലമില്ലാതെയോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനമില്ലാതെയോ ജോലിയില്ലാതെയോ സമ്പത്തില്ലാതെയോ ഒന്നും അങ്ങേയറ്റം നല്ലൊരു ശതമാനം ആളുകളും ആയിരിക്കുന്നില്ല. എല്ലാവർക്കും ദൈവം ന്യായമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതേ സമയാസമയങ്ങളിൽ ദൈവം ആ ഭവനത്തെയും അനുഗ്രഹിക്കും. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം, ഇതാണ് നമ്മുടെ സ്വസ്ഥത എന്നൊരിക്കലും കരുതി ഇവിടം കൊണ്ട് എല്ലാം തീർന്ന് ഇവിടെ എല്ലാ രീതിയിലും സുഖിച്ച് ജീവിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കരുത് നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. നാം കേട്ടത് വിശ്വസിക്കണം. ഇവിടെ നമുക്ക് അല്പകാലത്തെ ജീവിതമേ ഉള്ളൂ. ആ സങ്കീർത്തനത്തിൽ എഴുതിയ പോലെ ഏറിയാൽ 70-80 സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസമത്രേ, അത് വേഗം തീരുകയും നമ്മൾ പറന്നുപോവുകയും ചെയ്യും. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. നമ്മളിവിടെ എത്ര പ്രതാപമുണ്ടെങ്കിലും എത്രയെല്ലാം നേടിയെങ്കിലും ഇതിനകത്തെല്ലാം ഈ ലോക സന്തോഷത്തിനകത്തെല്ലാം ദുഃഖവും പ്രയാസങ്ങളും കിടപ്പുണ്ട്, പതുങ്ങി ഒതുങ്ങി കിടപ്പുണ്ട്, ഒളിച്ചു കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാവരും തൃപ്തരാകുന്നില്ല, ഇവിടെ എല്ലാവരും എല്ലാം കൊണ്ട് തികഞ്ഞവരായി തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം സംതൃപ്തിപ്പെട്ട് കടന്നു പോകാമെന്ന് ആരും വിചാരിക്കേണ്ട ഈ ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രത്യാശയുണ്ട് ദൈവമക്കളെ, അത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ അവിടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്ന് പറയാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, സദ്വർത്തമാനം കേട്ടവർ സദ്വർത്തമാനം കേട്ടതാണ്, നല്ല വർത്തമാനം കേട്ടതാണ്, സ്വസ്ഥതയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം അവർക്ക് കൊടുത്തതാണ്. നമ്മളത് വായിച്ച് അതിന് 1-2 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അവർ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം അവർക്ക് കൊടുത്തതാണ്. അത് നമ്മൾക്ക് ശേഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലത്തിന്റെ ജീവിതത്തിൽ ഓൾറെഡി അതിന്റെ എന്ത് ചെയ്തു, സമയം കഴിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇരിക്കുന്ന ഇസ്രായേലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അന്ന് മിസ്രൈമിൽ മരുഭൂമിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ആ മരുഭൂമിയിൽ കൂടെ ഇറക്കിക്കൊണ്ടുവന്ന ഇസ്രായേലിന്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ക്രിസ്ത്യ ജീവിതം ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മൾ മുമ്പോട്ട് കഴിക്കണം. ഇത് ലഭിക്കാതെ പോയി എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓടിയതും തുടങ്ങിയതും നടന്നതും ചെയ്തതും പ്രവർത്തിച്ചെല്ലാം വെറുതെ വെള്ളത്തിലായിപ്പോയി.
പ്രൈസ് ദി ലോർഡ്. അത് പോയി നഷ്ടപ്പെട്ടു, അത് പോയത് പോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു നഷ്ടമല്ല സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത്. അതൊരു വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്, പരിഹരിക്കപ്പെടുവാൻ കഴിയാത്തൊരു നഷ്ടമാണ്. ആ നഷ്ടം വലിയ നാശമാണ്, അത് വലിയ ആപത്താണ്, വലിയൊരു ന്യായവിധിയുടെ ആമേൻ ഹല്ലേലൂയ വഴിയിൽ കൂടെയുള്ള യാത്രയാണ്. അത് നിത്യതയുടെ നല്ല സ്വർഗീയ അനുഭവത്തിന് ആമേൻ പാത്രീഭൂതരായി തീരേണ്ടവർ നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ലഭിക്കാതെ ഇരിക്കരുത്. അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം വളരെ ഭയത്തോടുകൂടെ നമ്മുടെ ജീവിതം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് ക്രിസ്ത്യ ജീവിതം ആമേൻ ഇതിനകത്ത് എന്താ ദൈവമെല്ലാം ക്ഷമിക്കുകയും ദൈവമെല്ലാം പൊറുക്കുകയും ചെയ്യും. അതെല്ലാം ശരിയാണ്, അത് ദൈവത്തിന്റെ കൃപായുഗമാണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെങ്കിൽ ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അങ്ങ് ഭയപ്പെട്ട് ജീവിക്കാന്നുള്ള അർത്ഥമല്ല. പക്ഷെങ്കിൽ ആമേൻ നമുക്ക് ആ ദൈവഭയം നമ്മളിൽ ഉണ്ടായിരിക്കണം, ആ ദൈവത്തോടുള്ള ഭക്തി നമുക്കുണ്ടായിരിക്കണം, ദൈവസ്നേഹം നമുക്കുണ്ടായിരിക്കണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ഭയമാണ്. പക്ഷെങ്കിൽ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് അതെന്താണ്? ആ ഭക്തിയിലുള്ള ഭയം. ആമേൻ. ഞാൻ തെറ്റ് ചെയ്താൽ, ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ, ഞാൻ ദൈവം പറയുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് നീങ്ങാതിരുന്നാൽ, അതുകൊണ്ട് ആമേൻ എനിക്ക് പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകുമല്ലോ എന്നുള്ള ആ ഒരു നല്ല ആമേൻ ചിന്തയിലൂടെ നാം ദൈവത്തെ ഭയപ്പെടുക. ദൈവം ദൈവമാണെന്ന് മനസ്സിലാക്കുക. ആർക്കും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതിനോ ആയ ദൈവം, അമർത്യതയുള്ള ദൈവം, ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്വന്തം ജീവൻ തന്നു, അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നു, നമ്മളെ വീണ്ടെടുത്തു. പക്ഷെ എന്നിട്ടും നമുക്ക് പല കാര്യങ്ങൾ, ഈ വാക്തത്വങ്ങളെല്ലാം തന്നിട്ടും, ഈ വീണ്ടെടുപ്പ് നമ്മളിൽ നടന്നിട്ടും, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നമുക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ദൈവത്തിന് സ്തോത്രം. നാം എന്ത് ചെയ്യുക? ഭയപ്പെടുക. ഭയത്തോടുകൂടെ നമുക്ക് ക്രിസ്തീവിതം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ക്രിസ്തീവിതം എപ്പോഴും ഇങ്ങനെ പേടിച്ച് നടക്കണം എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം പറഞ്ഞത്. നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ഭയം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഭീരുത്വത്തിന്റെ ആ ഭയം, അല്ലെങ്കിൽ അയ്യോ എങ്ങനെയാ എന്നുള്ള ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകും. പക്ഷെങ്കിൽ നമുക്കൊരു ഭയം, ഭക്തി, എത്രയും ഭക്തിയും ഭയവും ഉള്ളവരായിരിക്കണം, വിശുദ്ധ ജീവിതം കഴിക്കണമെന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമുക്കതുണ്ടാകണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവർ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഇനി അടുത്തത്, അവരെ പോലെ നാമും ആ സദ്വർത്തമാനം കേട്ടവരാകുന്നു. ആരായി അവര്? അത് ഇസ്രായേലിനെ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചിട്ട് അവർക്കൊരു നല്ല അന്ത്യം ഈ ഭൂമിയിൽ നമ്മുടെ കാഴ്ചയിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുമല്ലോ, ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് വേറെ വഴിക്ക് പോയി അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ പോലെ എന്ത് ചെയ്യരുത്? നാമും ഈ സത്വർത്തമാനം കേട്ടവർ അവരെ പോലെ നാമും ആകാതെ, അവർക്ക് വിശ്വാസമായി പരിണമിക്കാതെ പോയ എന്താ കാര്യം? അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ പെറുക്കി ഓരോ വാക്കുകൾ നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ ഇത് ഇസ്രായേലിന്റെ ചരിത്രവും, അത് മാത്രമല്ല പുതിയ നിയമവിശ്വാസികളായി ഇറങ്ങിത്തിരിച്ചവർ പലരും ജീവിതത്തിന്റെ അവസാനം ആമേൻ ഹല്ലേലൂയ വിശ്വാസ കപ്പൽ തകർന്നു പോയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, എന്റെ ജീവാവസാനം ഓർത്ത് പലരെ അനുകരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. നമുക്ക് അനുഗമിക്കുവാൻ കഴിയുന്ന ഒരാളുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു. ബാക്കി എല്ലാവരെയും നമ്മൾ അനുഗമിക്കണമെങ്കിൽ അവരുടെ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് ആ വ്യക്തിയുടെ അന്ത്യം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ചിലർക്കൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ മരണത്തോടടുക്കുന്ന സമയത്ത് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഡിമെൻഷ്യയൊക്കെ വന്ന്, ഓർമ്മപ്പശയൊക്കെ വന്ന് വല്ലതൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല വിഷയം. അതല്ല, അത് അവരുടെ ഓർമ്മപ്പശയിൽ എന്തെങ്കിലും പഴയകാല ചരിത്രമോ കാര്യമോ വീരിയോ പറയുന്നത്, അതൊന്നുമല്ല വിഷയം. ക്രിസ്ത്യ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് കർത്താവിനെ അറിഞ്ഞിറങ്ങിയിട്ട്, പ്രൈസ് ദി ലോർഡ്, പിന്നെ വഴിമാറി വിശ്വാസം വിട്ട്
ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ പോലാകാതെ അവസാനത്തോളം നമ്മൾ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. ഈ വർത്തമാനം സദ്വർത്തമാനമാണ്, ഗുഡ് ന്യൂസ് ആണ്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനമുണ്ട്, വാഗ്ദത്തമുണ്ട്, പക്ഷെ വിശ്വസിക്കുന്നില്ല. എന്താ? ഇങ്ങനൊരു സ്വസ്ഥതയുണ്ടോ? ഇങ്ങനൊരു വാഗ്ദത്തമുണ്ടോ? കർത്താവ് വരുമോ? ഇതൊക്കെ നേരാണോ? ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ? അല്ലെങ്കിൽ അതിനൊരു വില കൊടുക്കാതെ, അതിനെ ഗവനിക്കാതെ, അതിനെ തള്ളിക്കളയുന്ന, അവിശ്വസിക്കുന്ന, പലരുടെയും വിശ്വാസത്തെ കെടുത്തിക്കളയാൻ നോക്കുന്ന ആ ഒരു ചിന്താഗതിയും, ആ ഒരു വാദവും, ആ ഒരു വാക്വാദവും, ആ ഒരു ജീവിതവും, ആ ഒരു പ്രകൃതിയൊക്കെ എന്താണ്? അപകടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കേട്ട വചനം വിശ്വാസമായി. നമുക്കിപ്പം എന്താ? നമുക്ക് ഈ വചനമാണുള്ളത്. നമ്മളിങ്ങനെ കുറച്ചു പേരുടെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എത്ര വർഷം ജീവിച്ചിരിക്കുന്നവരാണ്? കൂടി വന്നാൽ 100 വർഷം ജീവിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ പല തലമുറകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളോട് നേരിട്ട് പറയാൻ ആദിമ നൂറ്റാണ്ട് ജീവിച്ച ആരും കൂടി ഇരിപ്പില്ല. ഉണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? ഈ വചനം നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനമാണ്. ഈ വചനത്തിൽ കൂടെ നമുക്കിങ്ങനെ കിട്ടുകയാണ്. ഈ വചനത്തെ എടുത്ത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പ്രസംഗിക്കുന്നെങ്കിലും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അരുളപ്പാടാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. കാണാതെ വിശ്വസിക്കണം. കാണാതെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമുക്ക് വേറെ തെളിവുകളൊന്നും പറയത്തക്കതായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗിക്കുന്ന ആളുകളോ പറയുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ പ്രായം എത്രയായിരിക്കും? ചിലപ്പോൾ നമ്മളോട് പ്രസംഗിക്കുന്ന ആള് 80 വയസ്സുള്ള, 90 വയസ്സുള്ള ആളായിരിക്കാം, 95 വയസ്സുള്ള ആളായിരിക്കാം, 100 വയസ്സുള്ള ആളായിരിക്കാം നമ്മളോട് പറയുന്നത്. പക്ഷെ അവരുടെ പ്രായം അത്രയേ ഉള്ളൂ, അതിനപ്പുറത്ത് അവരില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർക്ക് മുമ്പേ ജീവിച്ച ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർക്ക് മുമ്പേ ജീവിച്ച ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പുറകിലേക്ക് പോയാൽ എത്ര തലമുറകളുടെ പുറകിലാണ് ആമേൻ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അത് നല്ലൊരു സാക്ഷ്യമാണ്. എന്നാൽ കർത്താവ് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ഈ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വചനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഈ വചനം എടുത്തു പറയുന്ന ആളുകൾ പറയുമ്പോൾ അത് നമ്മൾ വചനം ബൈബിളിൽ ഉള്ളത്, അല്ലെങ്കിൽ തിരുവചന ഗ്രന്ഥത്തിലുള്ളത്, അല്ലെങ്കിൽ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് ന്യായമായിട്ടും സത്യമാണെങ്കിൽ അതിനെ സ്വീകരിക്കണം, അതിനെ വിശ്വസിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ധാരാളമായ കാര്യങ്ങൾ ലഭിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ നമ്മൾ വിശ്വസിക്കണം. ഒന്നാമത് ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം പറഞ്ഞ വാക്കുകളും വാഗ്ദത്തങ്ങളും നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ പോയാൽ നമുക്ക് പരാജയമാണ്, അത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വിശ്വസിക്കണം. എനിക്കൊരു സ്വസ്ഥതയുണ്ട്. ഞാൻ ഈ ഓട്ടം ഓടുന്നത്, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ഞാൻ ഈ ദൈവകാര്യം ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ ചപ്പും ചവറുമായി കണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവകാര്യത്തിനും കൊടുത്ത് ഞാൻ നിൽക്കുന്നത്, അതിൻ്റെയൊക്കെ തെളിവ് എന്താണെന്നറിയാവോ? നമ്മുടെ മുമ്പിൽ ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, അത് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അത് വിശ്വസിക്കണമെങ്കിൽ വചനം ധ്യാനിക്കുകയും വചനം കേൾക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുചെന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും നല്ലൊരു ഹൃദയത്തിന് ഉടമയായി നാം മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴേ നമുക്കിത് കേൾക്കാനും വിശ്വസിക്കാനും അതിൽ നിലനിൽക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാൻ നോക്കുമ്പോൾ നമ്മൾ ശത്രുവിന്റെ തീയമ്പളെ കെടുത്തുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സർവായുധ വർഗത്തിലെ ഒരു ഭാഗമാണ്. അത് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
എഫെസ്യർ എത്ര പാസ്റ്റർ? 6:13 തൊട്ടൊന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണമായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഈ 16-ാമത്തെ വാക്യം നോക്കിക്കേ. എന്താണ്? എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വിഷയങ്ങളോടെ ബന്ധത്തിൽ കടന്നുപോയപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഏറിയ സമയം പ്രാർത്ഥിച്ചു, ഹൃദയത്തിന്റെ തകർച്ചയോടുകൂടെ, വേദനയോടുകൂടെ. അത് പ്രത്യേകിച്ച് ഏറ്റവും പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ശക്തമായി വിശ്വസിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് കൃത്യമായി ഇടപെട്ടു. ദുഷ്ടന്റെ തീയമ്പുകളുണ്ട്. തീയമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മളത് മനസ്സിലാക്കണം. അവന്റെ ആയുധങ്ങൾ ദൈവം താഴെ വെപ്പിച്ചാണ്. അവനെ ക്രൂശിന്മേൽ അവന്റെ മേൽ ദേവോത്സവം കൊണ്ടാടി ആയുധങ്ങൾ താഴെ വെപ്പിച്ചതാണ്. എന്നാൽ ഇവന്റെ കയ്യിൽ ചില തീയമ്പുകൾ ഇരിപ്പുണ്ട്. ചില നമ്മുടെ ഉള്ളിൽ തീ തീറ്റുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തിനകത്ത് ചില വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ കൊണ്ടിരുന്ന ചില ചിന്തകൾ, അല്ലെങ്കിൽ ചില ചില സംഭവങ്ങളിലൂടെ അവൻ ചില രീതിയിൽ കൂടെ അവന്റെ ചില ആക്സസ്, നമ്മളത് മനസ്സിലാക്കണം. അവനത് പ്രയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടെ ദൈവത്തിലുള്ള വിശ്വാസം. എന്താണ്? കർത്താവിലുള്ള വിശ്വാസം. പിതാവിലും യേശു കർത്താവിലും പരിശുദ്ധാത്മാവിലുള്ള ശക്തമായ വിശ്വാസം. എന്റെ ദൈവം എന്നോട് കൂടി ഉണ്ടെന്നുള്ള ഞാൻ ഇടയ്ക്ക് ഉറപ്പിച്ചതുപോലെ ശക്തമായ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എന്റെ കർത്താവ് എന്നോട് കൂടിയുണ്ട്, ശത്രുവിന് എനിക്ക് എന്റെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്നുള്ള ഉറപ്പും ധൈര്യവും വെച്ചുകൊണ്ട് ആ വിശ്വാസം മുറുകെ പിടിച്ചു കഴിയുമ്പോൾ ഇവന്റെ തീയമ്പുകളുണ്ടല്ലോ, അതിനെ നമുക്ക് കെടുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ. എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം, ഇതൊരു പരിചയമാണ്. വിശ്വാസം പല കാര്യത്തിനും ഉപയോഗിക്കുമെങ്കിലും ദുഷ്ടൻ തീയമ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ കെടുത്തുവാൻ അവൻ ആ തീയമ്പുകൾ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത്, തീ നമ്മളിലേക്ക് അവൻ അയച്ചുവിടുന്ന സമയത്ത്, ദുഷ്ടന്റെ തീ അയക്കുമ്പോൾ വിശ്വാസം എന്ന പരിചയം എടുത്ത് അതിനെ തടയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? കോട്ട മതിലായി നിൽക്കുന്നത് പോലെ ഈ പരിചയം അങ്ങോട്ട് കാണിക്കുമ്പോൾ അവന്റെ തീയമ്പുണ്ടല്ലോ അങ്ങ് കെട്ടുപോകും, കെടുത്തിക്കളയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ശത്രുവിനെ ദൈവത്തിന്റെ തീയിൽ തകർക്കുകയും ശത്രുവിന്റെ തീയെ വിശ്വാസം എന്ന ദൈവിക പരിചയം കൊണ്ട് തടയുകയും ചെയ്യണം ദൈവമക്കളെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പൂടെ കഴിഞ്ഞ് കർത്താവിന്റെ അരികെ ചെല്ലുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ അവിടെ വിശ്വാസമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഈ ശരീരത്തിലുള്ള ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മൾ ഈ വിശ്വാസം മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ നമ്മൾ വിശ്വാസത്താൽ കാണുന്നു, അപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണും. അപ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. നിത്യതയിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. എല്ലാം നേരിട്ട് കാണും, കർത്താവിനെ നേരിട്ട് കാണും. പക്ഷെ ഇപ്പോൾ ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് അവിശ്വാസവും നിരാശയും ദുഃഖവും ഭയവും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളും തകർത്ത് കളയുമെന്ന് പറയുന്ന അനുഭവങ്ങളും ചില ചഞ്ചലിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ മേൽ കൊണ്ടുവരുമ്പോൾ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ ഉറപ്പും ധൈര്യത്തോടു കൂടെ നിൽക്കണം. ദൈവത്തിലുള്ള വിശ്വാസം. എന്താ വിശ്വാസം? എന്റെ ദൈവത്തിലുള്ള വിശ്വാസം. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം സർവശക്തനാണ്. ദൈവം എല്ലാത്തിനും മതിയായവനാണ്. അവിടെ തന്നെ രക്ഷിക്കും. അവിടെ തന്നെ കോട്ടയാണ്, ഗോപുരമാണ്, അഭയകേന്ദ്രമാണ്, സങ്കേതമാണ്, ശരണമാണ്, ശൈലമാണ്, എന്റെ ആശ്രയമാണ്, എന്റെ പരിചയമാണ്, തീമതിലാണ്. പുരാതനനായ ദൈവം എന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധനെ വിളിച്ചു പറയട്ടെ. ഇതൊരു സ്റ്റഡിയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ള വ്യക്തിയായി വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടുകൂടെ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം ശത്രുവിനെ ഭയപ്പെടാതെ മുമ്പോട്ട് പോകണം. അതേ സമയത്ത് തന്നെ നമുക്കൊരു സ്വസ്ഥത, ഒരു ശബ്ദത്തനുവും ശേഷിച്ചിരിക്കുന്നു. അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് നാം മുമ്പോട്ട് പോകണം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്കൊരു സ്വസ്ഥതയുണ്ട്. അത് ഉറപ്പ് പറയുകയാണ്. കർത്താവുണ്ട്, സ്വസ്ഥതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ പോകുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ സ്ഥലത്ത് ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആമേൻ. ഞാൻ പോയാൽ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് മടങ്ങി വരും, നിങ്ങളെ ചേർക്കും. സ്വസ്ഥതയുണ്ട്, നിങ്ങൾക്കൊരു സ്വസ്ഥതയുണ്ട്. അതാണ് നമ്മുടെ സ്വസ്ഥത. അല്ലാതെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തുമല്ല, അമേരിക്കയല്ല, കാനഡയല്ല, യൂറോപ്യൻ രാജ്യങ്ങളല്ല, ഗൾഫ് നാടുകളല്ല, ലോകത്തിലെ ഒരു ശ്രേഷ്ഠകരമായ ഒരു രാജ്യമല്ല, ഫലഭൂഷ്ടമായ ഒരു രാജ്യമല്ല. നമ്മുടെ സ്വസ്ഥത, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ അവിടുന്ന് കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ സ്വസ്ഥത. അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിതം ഭയത്തോടെ കഴിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. രാത്രിയിൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നമുക്കൊരു ചിത്രമായി മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ എത്ര പേർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നാം ഭയത്തോടെ മുമ്പോട്ട് പോകുക. ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ദൈവത്തെ ഭയപ്പെടുക. എന്നാൽ സാത്താനെയും ലോകത്തെയും ലോകത്തിലുള്ളതിനെ ഒന്നിനെയും ഭയപ്പെടുവാനല്ല, ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. പ്രത്യാശ മുറുകെ പിടിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച തുടരാം. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിക്കാല ഐശ്വര്യമായ സ്വർഗത്തിലെ